നമ്മുടെ ദഹന ആരോഗ്യത്തിനാണെങ്കിലും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനാണെങ്കിലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനാണെങ്കിലും ഒക്കെ വളരെ നല്ല ഒരു ഡ്രിങ്ക് ആണ്. നെല്ലിക്കയും ബട്ടർ മിൽക്കും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മുടെ ദഹനത്തിൻ്റെ ആരോഗ്യത്തിനായാലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനായാലും നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ല ഒരു ഡ്രിങ്കാണിത്. മാത്രമല്ല കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനും ഈ ഒരു ഡ്രിങ്ക് സഹായിക്കും. ഇത്രയും ഗുണങ്ങളുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നും ഇതിൻ്റെ കൂടെ മറ്റെന്തെല്ലാം ചേരുവകളാണെന്നും അറിയാനായിട്ട് വീഡിയോ കാണാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് നെല്ലിക്ക വേണം. ഒരു 2 നെല്ലിക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനും മുടിക്കും അതുപോലെ തന്നെ നമ്മുടെ ദഹനം നന്നായി നടക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൊളാജൻ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ ഈ ഒരു നെല്ലിക്ക വളരെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് നെല്ലിക്ക സഹായിക്കുന്നുണ്ട്. നമ്മുടെ മുടിയുടെ കാര്യത്തിലാണെങ്കിലും ഹെയർ ലോസ് തടയാനായിട്ടും നെല്ലിക്ക വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയുടെ ഇലകൾ മാത്രമായിട്ട് വേണം. ഈ കറിവേപ്പില നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനും സഹായിക്കും. അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇതുകൂടാതെ ഇതിൽ ധാരാളം പ്രോട്ടീനും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ മുടി വളരാനൊക്കെ ആയിട്ട് കറിവേപ്പില സഹായിക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് ബട്ടർ മിൽക്കാണ്. ഈ ബട്ടർ മിൽക്ക് ദഹനത്തിന് വളരെ നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് ജീരകമാണ്. ജീരകം പൊതുവെ എല്ലാവർക്കും അറിയായിരിക്കും, ദഹനത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ദഹനം കൃത്യമായിട്ട് നടക്കാനും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ബ്ലോട്ടിങ് പോലുള്ള പ്രശ്നങ്ങൾ മാറാനും ഒക്കെ ജീരകം വളരെ നല്ലതാണ്. ഈ ഒരു സ്പൂണിന് 1 സ്പൂൺ നിറയെ ജീരകം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വൃത്തിയാക്കി എടുത്തതാണ്. ഈ ഇഞ്ചി ദഹന പ്രശ്നങ്ങൾ മാറാനും അതുപോലെ മോർണിംഗ് സിക്നസ് മാറാനും ഓക്കാനം ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾ മാറാനും വേദനകൾ മാറാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എല്ലാം തന്നെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം ജീരകം, 2 തണ്ട് കറിവേപ്പില കഴുകി വൃത്തിയാക്കി എടുത്തത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ബട്ടർ മിൽക്ക് കുറച്ചായിട്ട് ഒഴിച്ച് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് ജ്യൂസാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഒന്നുകൂടി ഒഴിച്ച് വീണ്ടും ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ജ്യൂസാക്കി ഇത് അരച്ചെടുക്കാം. നമ്മുടെ നെല്ലിക്ക കൊണ്ടുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ദഹന ആരോഗ്യത്തിനാണെങ്കിലും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനാണെങ്കിലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനാണെങ്കിലും ഒക്കെ വളരെ നല്ല ഒരു ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇതുപോലൊരു ഡ്രിങ്ക് നിങ്ങളും തയ്യാറാക്കി 1 ഗ്ലാസ് ഇതൊന്ന് കുടിച്ചു നോക്കുക. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്ക് ആണിത്. പ്രത്യേകിച്ച് കറിവേപ്പിലയൊക്കെ ചേർന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്കാണെങ്കിലും അതുപോലെ നമ്മുടെ ചർമ്മത്തിനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സിനായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.